ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു സ്റ്റോപ്പ് ലോസ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഷെയർ മാർക്കറ്റിനെ പറ്റിയാണ്. അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ മുതൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം വീട് പണിയുന്നതിനെ പറ്റിയാണ്. എങ്ങനെ ഒരു വീട് പണിയാം, വീട് പണിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ കാര്യങ്ങൾ മുന്നേ അറിയായിരുന്നെങ്കിൽ ഒരുപാട് പൈസ ലാഭിച്ചേരാം. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ വീട് പണിയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും. നമുക്ക് ഒരു പഴയ വീട് മാറ്റി പുതിയതാക്കണം എന്നുണ്ടെങ്കിൽ 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ റിനോവേഷൻ ചെയ്യാം, അല്ലെങ്കിൽ മുഴുവനായിട്ട് പൊളിച്ച് പുതിയ വീട് പണിയണം. എൻ്റെ ഒപ്പീനിയനിൽ നമ്മൾ പഴയ വീട് മുഴുവനായി പൊളിച്ച് പുതിയ വീട് എടുക്കുന്നതാണ് നല്ലത്. ഈ വീഡിയോയിൽ കാണുന്ന ഇത് ഞങ്ങളുടെ 10-35 കൊല്ലം പഴക്കമുള്ള വീടായിരുന്നു. ഞാനിത് കംപ്ലീറ്റ് പൊളിച്ചിട്ടാണ് പുതിയത് പണിയുന്നത്. എനിക്ക് വേണമെങ്കിൽ നല്ലൊരു ആർക്കിടെക്റ്റിനെ കണ്ടാൽ നല്ലൊരു റിനോവേഷൻ പ്ലാൻ തരും. പക്ഷേ നിങ്ങൾ ഈ റൂമിൻ്റെ വലിപ്പമൊക്കെ നോക്കിയാൽ അന്നത്തെ കാലത്തുള്ള വീടുകൾക്ക് ബാത്റൂം അറ്റാച്ച്ഡ് അല്ല, ഡബിൾ ഹൈറ്റ് റൂമല്ല, ഈ റൂമിൻ്റെ നീളം വീതിയൊക്കെ കുറവായിരിക്കും. പിന്നെ ഇലക്ട്രിക്കൽ വയറിങ്, പ്ലംബിങ് എല്ലാം പഴയത് തന്നെ. പുറമെ നോക്കുമ്പോൾ മാത്രം നല്ല ഭംഗി കണ്ടിട്ട് ഒരു കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പറ്റുമെങ്കിൽ മുഴുവനായിട്ടും പൊളിച്ചിട്ട് പുതിയ വീടെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വീട് പറിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് കോൺട്രാക്ട് കൊടുക്കണോ അല്ല ഡെയിലി വേജസിന് കൊടുക്കണോ എന്നുള്ള വീഡിയോ അടുത്ത ക്ലാസ്സിൽ പറയാം.